ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ വരുന്ന നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസ് ക്രിസ്മസ് എക്സാം നല്ല തകർത്ത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ തവണ 2022 നടന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിൻ്റെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 17 to 22 ഈച്ച് ക്യാരീസ് 3 സ്കോർ. അതായത് 5 ചോദ്യങ്ങളാണ് 3 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം ഈ ഒരു പാർട്ടിൽ 15 മാർക്കാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ. 17ാമത്തെ ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലായോ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ 2ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഒരു ചോദ്യം കിടക്കുന്നത്. അതായത് നമ്മുടെ ടൈലറിൻ്റെ FW ടൈലറിൻ്റെ വിൻസ്ലോ ടൈലേഴ്സിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ചോദ്യം ടെക്നിക് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ 1ാമത്തെ ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ എഴുതണം ഉത്തരം ശരിയാവാനും മാർക്ക് കിട്ടാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉത്തരത്തിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. Functional foremanship is a technique in which planning and execution are separated. He classified 8 specialist foremen into 2 departments, planning and production department. Both departments have 4 foremen each. Functional foremanship is based on the principle of division of work. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരത്തിൽ വന്നിട്ടുണ്ടോ നോക്കുക. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഈ ഒരു ടെക്നിക്കിൽ നമ്മൾ മൊത്തം ഈ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ പ്ലാനിങ്ങും വേറെ തന്നെ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂഷൻ വേറെ തന്നെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത്. പ്ലാനിങ് വേറെ, അതിൻ്റെ എക്സിക്യൂഷൻ വേറെ. ഇതിന് വേണ്ടിയിട്ട് 8 സ്പെഷ്യലിസ്റ്റ് ഫോർമാനെ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വെച്ചിട്ടുണ്ട്. അതായത് 4 സ്പെഷ്യലിസ്റ്റിനെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലും 4 സ്പെഷ്യലിസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതിൻ്റെ എക്സിക്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വിട്ടിട്ടുണ്ട്. സോ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഒന്ന് പ്ലാനിങ്ങും പിന്നെ ഒന്ന് പ്രൊഡക്ഷനും. റെഡി. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും 4 ഫോർമാൻ വെച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. നമ്മുടെ ഹെൻറി ഫയോള് പറഞ്ഞിട്ടുള്ള ഒരു 14 പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളായിരുന്നു ഡിവിഷൻ ഓഫ് വർക്ക്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നിലനിൽക്കുക. കാരണം ഒരാൾ ഒരു വർക്ക് തന്നെ കുറേ ടൈം ചെയ്യുമ്പോൾ അതിൽ വിദഗ്ധരായിട്ട് മാറും, സ്പെഷ്യലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാം. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അതിൽ വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. പിന്നെ പറയാനുള്ളത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ പറഞ്ഞല്ലോ 4 പേര് വന്നിട്ടുണ്ട്. ഈ 4 പേരുടെ പേരെന്താണ്, 4 ആളുകളുടെ പേരെന്താണെന്നാണ് നോക്കുന്നത്. ഒന്ന്, പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 പേര്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനറി. ഇങ്ങനെ 4 ആളുകളാണ് പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. ഈ പേരൊക്കെ ഉണ്ടാവണം കേട്ടോ ഉത്തരത്തിൽ. ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഗ്യാങ് ബോസ്, സ്പീഡ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. ഓക്കെ, അവിടെ കുറേ ക്ലർക്കുമാരും പിന്നെ ഒരു ഷോപ്പ് ഡിസിപ്ലിനറിനും ഇവിടെ കുറച്ച് ബോസുമാരും പിന്നെ ഒരു ഇൻസ്പെക്ടറുമാണ് വരുന്നത്. റെഡി അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവരെല്ലാവരും എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഒരു മെയിൻ ഫങ്ഷൻ. ഇപ്പോൾ റൂട്ട് ക്ലർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ടു ലേ ഡൗൺ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ത്രൂ വിച്ച് ദ റോ മെറ്റീരിയൽ ഹാവ് ടു പാസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ആൻഡ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആണെങ്കിൽ ടു ലേ ഡൗൺ ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ആണെങ്കിൽ ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡീൽ ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി ഫോളോഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ ഹാൻഡ്ലിംഗ് ദ ജോബ്. ഡിസിപ്ലിനേറിയൻ ആണെങ്കിൽ ഹീ മെയിൻറ്റെയിൻസ് പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ ദ ഫാക്ടറി. ഗ്യാങ് ബോസ് ആണെങ്കിൽ he arranges the material, machine, tools, etc. for operation. Speed boss in the Shia, he supervises the matters relating to the speed of work. And repair boss anengil, he ensures repairs and maintenance of the tools and machines. And inspector anengil, inspector in the Shia, he checks the quality of work done.
ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉത്തരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ 3 മാർക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ പലരും ഇപ്പം നെറ്റി ചുളിക്കും, ഞാനിതൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതൊക്കെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. നമുക്ക് അടുത്ത പരീക്ഷയിൽ ഇങ്ങനെയാണ് ഇപ്പോൾ എഴുതേണ്ടതെന്ന് മനസ്സിലല്ലോ, തെറ്റൊക്കെ ആർക്കും പറ്റും, ഇറ്റ്സ് ഓക്കെ. ഇനി നമ്മൾ തെറ്റ് കണ്ടുപിടിച്ചു, ഇതാണ് റോങ് ആണെന്ന് മനസ്സിലായെങ്കിൽ നമ്മളത് തിരുത്താണ് വേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിനി അതാണ് ചെയ്യാനുള്ളത്. ലൈഫിലാണെങ്കിലും അത് തന്നെയാണ് ചെയ്യേണ്ടത്. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്തുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ പൊളിക്കും. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ, റെഡി അല്ലേ? സോ ഇത്രയുമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി 18ാമത്തെ ചോദ്യം, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ്. അതായത് നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ഉണ്ട് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതിലാണ് ഈ ചോദ്യങ്ങളുടെ എലമെൻറ്റ്സ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം 1991 പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റുകളെല്ലാം നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാം. ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എക്കോണമിനൊന്ന് എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് കൺട്രോളുകളിൽ നിന്നൊന്ന് ഫ്രീ ആക്കുക. ലിബറലൈസേഷൻ ഓഫ് എക്കോണമി മീൻസ് ടു ഫ്രീ it from direct control imposed by the government. Liberalization of Indian industry has taken place with respect of abolishing licensing requirement in most of the industries, freedom in deciding the scale of business activities, removal of restrictions in the movement of goods and services, freedom in fixing the prices of goods and services, reduction in tax rates, simplifying procedures for import and export, attract the foreign capital and technology to India. ഇത്രയും കാര്യങ്ങളാണ് ലിബറലൈസേഷൻ വരെ. അതായത് ഒന്ന് അയവുള്ളതാക്കി മാറ്റും നമ്മുടെ എക്കോണമീനെ. വലിയ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈസൻസിങ്ങുകളിൽ നിന്നും ടാക്സുകളിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് ഫ്രീ ആക്കി, എക്കോണമീനെ ഒന്നും കൂടി ഫ്രീ ആക്കിയിട്ട് എല്ലാ രീതിയിലും പുതിയ പുതിയ ഫോറിൻ ക്യാപിറ്റൽ ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലൊക്കെ നല്ലൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ലിബറലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, മെയിൻ പോയിന്റ് ഇതാണ്: ടു ഫ്രീ ഇറ്റ് ഫ്രം ഡയറക്റ്റ് കൺട്രോൾ ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള പലതരത്തിലുള്ള കൺട്രോളിൽ നിന്ന് നമ്മുടെ എക്കോണമീനെ ഒന്ന് ഫ്രീ ആക്കുക. അതാണ് ലിബറലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഞാൻ സി പോയിന്റ് ആട്ടോ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രൈവറ്റൈസേഷൻ പറയുകയാണെങ്കിൽ, പ്രൈവറ്റൈസേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റൈസേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ദ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടു ദ പ്രൈവറ്റ് സെക്ടർ. ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഈസ് എൻകറേജ്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ 2 ways: disinvestment of a part of the share held by the government in public sector units and de-reservation of the areas formerly reserved for the public sector. ഓക്കെ, അതായത് ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകളിലുള്ള പല റോളുകളും നമ്മൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിനെ കുറേ കൂടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് 2 രീതിയിലൂടെയാണ് അത് സംഭവിക്കുന്നത്. ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും, 2 ഡീറിസർവേഷനും. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ഷെയർ ഇൻ എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പബ്ലിക് സെക്ടറിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഷെയർ നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡീറിസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള പല ഏരിയാസും ഉണ്ട്. അത് ആ ഒരു റിസർവേഷൻ്റെ ഒരു റേഷ്യോ കുറച്ചിട്ട് അതിലെ പല കാര്യങ്ങളും പ്രൈവറ്റ് സെക്ടറിനും കൂടി കൊടുക്കുക. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക? ഡീ റിസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ 2 കാര്യങ്ങളിലൂടെയാണ് പ്രൈവറ്റൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സി പോയിന്റും ബി പോയിന്റും ആണ് പറഞ്ഞത്. ഇനിയാണ് എ പോയിന്റിലേക്ക് വരുന്നത്. ഓക്കെ, നേരെ ഓർഡർ തിരിച്ചാണ് വന്നിട്ടുള്ളത്. എങ്കിലും നിങ്ങൾ എഴുതിയ പോയിന്റുകൾ ശരിയാണോ നോക്കുക. ദെൻ എ ഓപ്ഷനിൽ വരുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ഗ്ലോബലൈസേഷൻ നമ്മുടെ പ്രൈവറ്റൈസേഷൻ്റെയും അതേപോലെ ലിബറലൈസേഷൻ്റെയും ഒരു ഔട്ട്കം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ മീൻസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് വേരിയസ് ഇക്കോണമീസ് ഓഫ് ദ വേൾഡ് ലീഡിങ് ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് എ കൊഹെസീവ് ഗ്ലോബൽ എക്കോണമി. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഓപ്പൺ മാർക്കറ്റായിട്ട് തുറന്നു കൊടുക്കുകയാണ്. അതായത് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ദ നേഷൻ, ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് ദ നേഷൻ, ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി, ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ അക്രോസ് ദ ബോർഡേഴ്സ്.
ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്ലോബലൈസേഷനിൽ വരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ നേരെ സിയിൽ BA എന്നുള്ള ഓർഡറിലാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 19ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഏതാണ് ചാപ്റ്റർ വരുന്നത്? സ്റ്റാഫിംഗ് ആണ്. 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് ട്രെയിനിങ് മെത്തേഡ്സ്. അതിൽ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഉണ്ട്. ഇതിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ വരുന്ന ഒരു എലമെൻ്റ് ആണ് എന്ത്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഈസ് എ എലമെൻറ്റ് ഇൻ ദ മെത്തേഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അങ്ങനെ എഴുതിയാലൊക്കെ മാർക്ക് കിട്ടും. സോ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ സെറ്റപ്പ് ടു ഗീവ് ട്രെയിനിങ് ടു ദ ന്യൂ എംപ്ലോയി. അതായത് പുതിയ എംപ്ലോയിക്ക് നമ്മൾ ഒരു സ്കില്ലൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് സെൻറ്റർ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വൽ വർക്ക് എൻവയോൺമെൻറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദാറ്റ് സെൻറ്റർ ആൻഡ് എംപ്ലോയീസ് യൂസ് ദ സെയിം മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ് എക്സെട്ര വിച്ച് ദേ യൂസ് വൈൽ ഡൂയിങ് ദ ആക്ച്വൽ ജോബ്. അതായത് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ ജോലി എങ്ങനെയാണോ ആ ഓർഗനൈസേഷനിൽ ചെയ്യുക അതുപോലെ എന്താ പറയുക ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, സെറ്റ് ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സെറ്റപ്പ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എന്ത് ചെയ്യാണ് അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ആ എംപ്ലോയി എങ്ങനെയാണോ ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ മെറ്റീരിയലാണോ എന്തൊക്കെ എക്യുപ്മെൻ്റ് ആണോ ഉപയോഗിക്കുക അതേ മെറ്റീരിയൽ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കും. ഈ സെൻറ്ററിൽ സെപ്പറേറ്റ് ആയിട്ടിട്ട് ഇതിൻ്റെ ഒരു കോപ്പി പോലെ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ സെൻറ്ററിൽ കൊടുക്കും. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ആക്ച്വൽ ജോബിലേക്ക് ഇയാളെ കൊണ്ടുപോവുക. സോ ആക്ച്വൽ ജോബ് എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുകൊടുത്ത് ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അണ്ടർ ദിസ് മെത്തേഡ് സെപ്പറേറ്റഡ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ആർ സെറ്റ് ടു ഗീവ് ട്രെയിനിങ് ടു ദ ന്യൂ എംപ്ലോയീസ്. ആക്ച്വൽ വർക്ക് എൻവയോൺമെൻറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദാറ്റ് സെൻറ്റർ. അതാണ് അതിൻ്റെ പോയിന്റ്. അതായത് ശരിക്കും ഒരു സെൻറ്ററിൽ ആ ഒരു ആക്ച്വൽ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. റെഡി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏതാ ചാപ്റ്റർ? കൺട്രോളിങ് ചാപ്റ്റർ അല്ലേ? ഓക്കെ, കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒരു കൺട്രോളിങ് എന്താണെന്ന് എഴുതുന്നത് വളരെ നന്നായിരിക്കും. കൺട്രോളിങ് ഈസ് എ പ്രോസസ് ഓഫ് എൻഷുറിങ് ദാറ്റ് ആക്ച്വൽ പെർഫോമൻസ് കൺഫേംസ് ടു പ്ലാൻഡ് പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? കൺട്രോളിങ്. ഒരു മീനിങ് ആയിട്ട് അത് എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും, കാരണം മാർക്ക് കൂടി വരികയല്ലേ. അടുത്തത് അതിൻ്റെ ഇമ്പോർട്ടൻസ് 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റാണ്. നമുക്ക് മൊത്തം 6 ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ 3 പോയിൻ്റ് എഴുതിയാൽ മതി. ഞാൻ 6 പോയിൻ്റ് പറയാം, നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ്. അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി ഉണ്ടാവണം. accomplishing organizational goal, judging accuracy of standard, making efficient use of resources, improving employee motivation, ensuring order and discipline, facilitating കോർഡിനേഷൻ. ഇത്രയും കാര്യങ്ങൾ കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിൻ്റ് എഴുതുക. ചുമ്മാ പോയിൻ്റ് മാത്രമല്ല, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ പോയിൻ്റ് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ് എന്നാണ് എഴുതുന്നതെങ്കിൽ ഇങ്ങനെ എഴുതുക: ബൈ എക്സസൈസിങ് കൺട്രോൾ എ മാനേജർ സീക്സ് ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. അത് മേക്കിംഗ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസിൻ്റെ അണ്ടറിൽ എഴുതാം. ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എ ഗുഡ് കൺട്രോൾ സിസ്റ്റം എനേബിൾസ് മാനേജ്മെൻറ്റ് ടു വെരിഫൈ വെദർ ദ സ്റ്റാൻഡേർഡ് സെറ്റ് ആർ ആക്യുറേറ്റ്. അങ്ങനെയൊക്കെ ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതാണ്ട് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ, ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ മാത്രം അതിൽ എഴുതി കൊടുത്താൽ മതി. വേണം നിങ്ങൾക്ക് എല്ലാത്തിനും തുടക്കം ഇങ്ങനെ കൊടുക്കാം. അതായത് ആ പോയിന്റ് എഴുതിയിട്ട് ദിസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് കൺട്രോളിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതാം. അതിലൊന്നും തെറ്റൊന്നുമില്ല. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾ ആ ഒരു 3 പോയിന്റ് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാം കേട്ടോ.
അടുത്ത ചോദ്യം, നെയിം 3 ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് മാനേജർ. ഒരു മാനേജറുടെ 3 ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ചാപ്റ്റർ നമ്പർ 9 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. സോ ദർ ആർ, അതിന് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയും. ദ ഫംഗ്ഷൻ ഈസ് കൺസേൺ വിത്ത് 3 ബ്രോഡ് ഡിസിഷൻസ് ടേക്കൺ ബൈ എ മാനേജർ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഫിനാൻഷ്യൽ ഡിസിഷൻസ്? 1 ഫൈനാൻസ് ഡിസിഷൻ, 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, 3 ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ആ ഡിസിഷൻ ആദ്യം എഴുതുക, എന്താണ് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്ന് ആദ്യം ഒന്ന് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. അതിന് താഴെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ എന്നൊന്ന് എഴുതുക. അതിനുശേഷം ഫിനാൻസ് ഡിസിഷൻ എന്ന് വീണ്ടും എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷനും കൂടി കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആ 3 മാർക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ നല്ല രീതിയിൽ പഠിച്ചോളൂ. 1 ഫിനാൻസ് ഡിസിഷൻ, ഇറ്റ് റിലേറ്റ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫിനാൻസ് ടു ബി റേസ്ഡ് ഫ്രം ദ വേരിയസ് ലോങ് ടേം സോഴ്സസ്. Then investment decision, the investment decision relates to how the firm's fund are invested in different assets. അതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ദെൻ മൂന്നാമത്തത് ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. ദ ഡിസിഷൻ ഇൻവോൾവ്ഡ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ. Here is how much of the profit earned by the company after paying tax is to be distributed to shareholders, and how much is to be it should be retained in the business. ഓക്കെ, അപ്പോൾ ഈ 3 ഡിസിഷൻസ്, ഫിനാൻസ് ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഈ ഡിസിഷൻ്റെ പേര് എഴുതാം. ഒരു ബ്രീഫായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി കൊടുത്താൽ നിങ്ങൾക്ക് ആ 3 മാർക്ക് കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? ഓക്കെ, സോ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഓക്കെ, അത് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈ ചാപ്റ്ററിൽ തന്നെയാണ് അതും പഠിക്കാനുള്ളത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ വൺ ഓഫ് ദ ഫാക്ടറാണ് എന്ത്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് സച്ച് ആസ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ സോ ആസ് ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ മെയിനായിട്ടും ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ക്യാപിറ്റലും ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഇവയെ വിളിക്കുന്ന പേരാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ഡിബഞ്ചറിനാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്തിരിക്കണം, പ്രിഫറൻസ് ക്യാപിറ്റലിനാണെങ്കിലും കറക്റ്റായിട്ട് ഡിവിഡൻഡ് കൊടുത്തിരിക്കണം. ഓക്കെ, അങ്ങനെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, ഫിക്സഡ് ഇൻകം ബെയർ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സിനെയും പ്രിഫറൻസ് ക്യാപിറ്റലിനെയും ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ വാല്യൂ കൂട്ടുന്നതിന് ആ ഒരു പ്രാക്ടീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ഫിക്സഡ് ഇൻകം securities such as debentures and preference capital in the capital structure so as to increase the return of equity shareholders. ക്ലിയർ ആണോ? എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, ആ ഒരു 3 മാർക്ക് തന്നെ അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയുമാണ് നിങ്ങളുടെ 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.